വന്യജീവി ആക്രമണങ്ങൾക്ക് അറുതിയില്ല. ഒരു സൈഡിൽ വന്യജീവികൾ മനുഷ്യന്മാരെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നീറോ ചക്രവർത്തി വീണ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വിവാദങ്ങൾക്കിടയിലുള്ള പാട്ട് വൈബിന് ശേഷം ഇപ്പോൾ കൈമലർത്തലാണ് വനം മന്ത്രിയുടെ ഹോബി. പുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് മന്ത്രിയുടെ വാവിട്ട വാക്ക്. ഒരിടത്ത് വന്യജീവി ആക്രമണം, മറ്റൊരിടത്ത് വനം മന്ത്രിയുടെ പാട്ട്, പിന്നെയും വന്യജീവി ആക്രമണം, പിന്നെയും വനം മന്ത്രിയുടെ കൈമലർത്തൽ. അതാണ് നമ്മുടെ AK ശശീന്ദ്രൻ സാറിന്റെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തന രീതി. അതേ മിനിസ്റ്ററെ, കാട്ടിലെ മൃഗങ്ങളൊക്കെ നാട്ടിലിറങ്ങിയിട്ട് ആക്രമണം നടത്തണ്ട, ജനങ്ങളൊക്കെ നെട്ടോട്ടാണ്. ഇനിയെങ്കിലും വനംവകുപ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോട്ടാ. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിര് കോരുന്ന ഒരായിട്ടുണ്ട്. പാടത്തെ ചുപ്പ് ചുപ്പ് ചലനമേ ക്യാ രാഗ് ഹേ ക്യോം ചുപ്പ് നാ സകേ പരമാത്മാ. ഇനി നമുക്ക് കൈമലർത്തൽ ആരംഭിക്കാം. ആദ്യഘട്ടം പ്രതിപക്ഷത്തിന് കുറ്റപ്പെടുത്തൽ. KPCC അധ്യക്ഷൻ തൻ്റെ പരാജയം സ്വയം സമ്മതിച്ച അധ്യക്ഷനല്ലേ. ഞാൻ വേലി കെട്ടി തോറ്റുപോയി, ഞാൻ കിടന്നു കഴിച്ചു തോറ്റുപോയി, ഞാൻ കമ്പി വേലി കെട്ടി തോറ്റുപോയി, ഞാൻ മതിൽ കെട്ടി തോറ്റുപോയി, എന്നെക്കൊണ്ട് സാധിക്കാത്തതാണോ എന്നല്ലേ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തോറ്റതായി KPCC പ്രസിഡന്റ് സമ്മതിച്ചാൽ അടുത്തെന്താ പറയേണ്ടത് ഞാൻ അന്നേരം ആലോചിക്കാം. വനം മന്ത്രിയുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു എന്ന് നമ്മളെല്ലാരും കണ്ടതാണ്. KPCC പ്രസിഡന്റിന്റെ അതേ സ്വരത്തിൽ നിയമസഭയിൽ കൈമലർത്തിയില്ലേ. വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാര അതെപ്പോ കാണാൻ പറ്റുന്ന എനിക്ക് എങ്ങനെയാ പറയാൻ പറ്റാന്ന് പറഞ്ഞ് കൈമലർത്തിയില്ലേ. അപ്പൊ ഇതായിരുന്നല്ലേ വനം മന്ത്രി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. വന്യജീവി ആക്രമണം അതിശക്തമായിരിക്കുന്ന ഈ സമയത്ത് വനം മന്ത്രി കണ്ടുപിടിച്ച ഒരു പുതിയ തിയറിയാണ് സുഹൃത്തുക്കളെ ഇനി അദ്ദേഹം പങ്കുവയ്ക്കാൻ പോണത്. ഇനി മേലാൽ കേരളത്തിൽ ഒരു ആത്മഹത്യയില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇനി മേലാൽ കേരളത്തിൽ ഒരു മോട്ടോർ വാഹന അപകടം ഉണ്ടാവില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇനി മേലാൽ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും? കാരണം അതൊക്കെ പ്രകൃതി ദുരന്തങ്ങളാണ്. ആ ദുരന്തങ്ങൾക്ക് അവസാന വാക്ക് പറയാൻ ആർക്കാ സാധിക്കുക? എനിക്ക് മനസ്സിലായില്ല. ആർക്കാ സാധിക്കുക? പ്രതിപക്ഷ നേതാവിനെ പറയാൻ പറ്റുമോ അന്തിമമായി ഇനി നാളെ മുതൽ ഉണ്ടാവില്ല എന്ന്? ഇനി മേലെ ഇവിടെ വാഹന അപകടം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? ആത്മഹത്യ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? അതുപോലെയാണ് ഇത്ര വന്യജീവി ആക്രമണം. എന്താ ആരുടെ മുഖത്തൊരു പ്രസാദം കാണാത്തത്? നിങ്ങൾ എന്നെ ആർദ്രമായി അഭിനന്ദിക്കുന്ന വിചാരിച്ചിട്ട് അതൊന്നും കാണില്ലല്ലോ. വാഹന അപകടം തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വേറൊരു വെറൈറ്റി ആയിട്ടുണ്ട്. എടുക്കട്ടെ. അതെ, ആളുകളെ വന്യജീവികൾ ഇത്രയും വലിയതായിട്ട് ആക്രമിക്കാൻ മെയിൻ റീസൺ എന്തുട്ടാണെന്നറിയോ? എല്ലാരും കൂടെ കാട്ടിന്റെ അകത്തേക്ക് കേറി പോകുന്നുണ്ട്. ആ തിയറി എങ്ങനെയുണ്ട്? ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് ഒഴികെ മറ്റാർക്കെങ്കിലും മന്ത്രി AK ശശീന്ദ്രൻ പോകാൻ അനുവാദമുണ്ടോ? അതില്ല. പക്ഷെ വനത്തിനുള്ളിലേക്ക് കയറി പോകുന്നവരെയാണ് കൂടുതൽ വന്യജീവികൾ ആക്രമിച്ചതെന്ന് പറയുന്നത് തെറ്റല്ലേ ഉണ്ണിയെ? അല്ല, എന്നാൽ വനത്തിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്ന് പറയണല്ലോ. ശശീന്ദ്രൻ സാർ വനം മന്ത്രിയല്ലേ, അതുകൊണ്ട് വനത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. വനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒറ്റൊരെണ്ണത്തിന്റെ കാര്യം നോക്കണ്ട. അതാണ് ഞങ്ങളുടെ മന്ത്രി സാറിന്റെ ലൈൻ. ഇവർ നല്ല ബുദ്ധിയായിരുന്നു സാറേ. ഈയിടെയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ശശീന്ദ്രൻ പറഞ്ഞത് കാടിൻ്റെ അകത്തേക്ക് ആളുകൾ പോയത് കൊണ്ടാണ് മരണം ഉണ്ടാവുന്നതാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ തവണ മാനന്തവാടിയിൽ ഒരാളെ ആന വീട്ടിൽ കയറി ചവിട്ടി കൊന്നു. അത് മാനന്തവാടി മുനിസിപ്പാലിറ്റിൻ്റെ അകത്ത്. അപ്പം മാനന്തവാടി മുനിസിപ്പാലിറ്റി വനപ്രദേശമാണോ? അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നൂൽപ്പുഴയിലുണ്ടായത്. നൂൽപ്പുഴയിൽ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി മടങ്ങുമ്പോഴാണ് ആന ചവിട്ടി കൊല്ലുന്നത്. അതിനൊന്നും ഇവിടെ പ്രസക്തി ഇല്ല മിച്ചർ. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ലേ. അപ്പൊ ശാശ്വതമെന്ന് ബാക്കിയില്ല, പരമാവധി പരിഹരിക്കുക എന്നുള്ളതാണ്. പ്രതിപക്ഷവും ജനങ്ങളും എത്ര തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. നിയമസഭയിൽ പറഞ്ഞ് വിവാദമായ ആ സെയിം കാര്യം തന്നെ മന്ത്രിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരോ നെഹി എന്ന് പറഞ്ഞ നെഹി. ഞങ്ങളുടെ വനമന്ത്രിക്ക് അതിനുള്ള പരിഹാരം കാണാൻ പറ്റില്ല. അതേ മന്ത്രിക്ക് അപ്പോഴും ഇപ്പോഴും പറയാനുള്ളൂ. പാവപ്പെട്ട ജനങ്ങളെ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ അത് രാജിവെച്ച് ഇറങ്ങിപ്പോകണം. അതാണ് കോൺഗ്രസിന്റെ UDFന്റെയും നിലപാട്. നമ്മൾ രാജി ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രി രാജിവെച്ചാൽ എൻ്റെ ഈ വകുപ്പ് പോട്ടെ, രാജിവെച്ചാൽ ഉയർന്നു വന്ന പ്രശ്നം തീർന്നോ? തീരും. കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ പറ്റുന്ന നേതാക്കൾ നേതൃസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പരിഹാരം കാണാൻ പറ്റുന്നതാണ് പൊതുവെയുള്ള ഒരു ടോക്ക്. അപ്പോൾ വനമേഖലയിൽ താമസിക്കുന്ന ആൾക്കാർ സ്വയം സുരക്ഷ നോക്കുക, അല്ലാണ്ട് നാട്ടുകാരുടെ കാര്യം മൊത്തം നോക്കാൻ ഞങ്ങളുടെ മന്ത്രിക്ക് നേരവും ഇല്ല, ഇൻട്രസ്റ്റും ഇല്ല. ഇൻ കേസ് വന്യജീവി ആക്രമണത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വനം മന്ത്രിയുടെ അടുത്ത് പോയിക്കോ. മന്ത്രി 2 പാട്ടൊക്കെ പാടി കൂളാക്കി തരും. ഇതുപോലെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കുന്ന വേറെ ഏത് മന്ത്രി ഉണ്ടോ ഇവിടെ? ഇന്ന് മനുഷ്യൻ കാട്ടിലേക്കല്ല പോകുന്നത്, കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് വരിക. മന്ത്രിക്കാണെങ്കിൽ ഇതിനൊന്നും നേരവുമില്ല. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നിലനിർത്താനും സ്വന്തം പാർട്ടിക്കാരെ ചവിട്ടി പുറത്താക്കാനുമുള്ള ശ്രമത്തിനിടയിൽ വന്യമൃഗങ്ങളിൽ നിന്ന് പാവപ്പെട്ട കർഷകരെയോ ആദിവാസികളെ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്.
ഓ, ആ കാര്യം മറന്നുപോയി. വന്യജീവി ആക്രമണത്തിൽ ശാശ്വത പരിഹാരം കാണാൻ പറ്റില്ല എന്ന് മന്ത്രി പറഞ്ഞല്ലോ. ഇനി എല്ലാരും പിരിഞ്ഞു വെക്കോ. ഞങ്ങളുടെ മന്ത്രിക്ക് ഇനി സ്വന്തം പാർട്ടിക്കാരെ ചവിട്ടി പുറത്താക്കി മന്ത്രി കസേര സംരക്ഷിക്കാനുള്ള സമയമാണ്. മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള AK ശശീന്ദ്രന്റെയും തോമസ് കെ തോമസിന്റെയും പിടിവലി കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു രണ്ടിന്റെ ഏതെങ്കിലും ഒരാളുടെ കാര്യം ഇപ്പൊ തീരുമാനമാവുന്നു. പക്ഷെ ട്വിസ്റ്റ് ആണ് ഗൈസ്. രണ്ടിന്റെ നടുവിൽ നിന്ന് മടുത്തിട്ടാണോന്ന് അറിയില്ല, എനിക്കൊന്നും വയ്യ NCPയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കാന്ന് പറഞ്ഞ് ഒരു രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് PC ചാക്കോ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇതെല്ലാം ഞാനിതുവരെ ഈ വ്യക്തികളായിട്ടൊന്നും നേരിട്ട് സംസാരിച്ചിട്ടില്ല ഇന്നീ സമയം വരെ. കാരണം എനിക്ക് നിങ്ങൾ പറഞ്ഞുള്ള അറിവും അല്ലാത്ത അറിവുകൾ മാത്രമേ ഉള്ളൂ. റെസിഗ്നേഷൻ കൊടുത്തെന്നും ശശീന്ദ്രൻ പവാർജിയായിട്ട് സംസാരിച്ചെന്നും എന്നുള്ളൂ. ഞാൻ സുപ്രിയ സുലെ ഇന്നലെ വിളിച്ചിരുന്നു. നിങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും നിങ്ങളെ മന്ത്രിയാക്കാൻ വേണ്ടി കൂടെ നാളല്ലേ PC ചാക്കോ? അതിന് വേണ്ടി മുംബൈയിൽ എത്ര തവണ കയറി ഇറങ്ങി. എന്നിട്ട് നിങ്ങൾക്ക് ആ മനസ്സൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആരും പുള്ളിനെ മനസ്സിലാക്കാത്തോണ്ട് പുള്ളി ഇങ്ങനെ ഗതി കിട്ടാണ്ട് അലഞ്ഞു തിരിഞ്ഞു കിടക്കായിരുന്നു. ചാക്കോ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ തമ്മിൽ പാർട്ടിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് സംസാരിച്ചു. അദ്ദേഹത്തിനുള്ള ചില പ്രയാസങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം ഒഴിയാൻ ശ്രമിക്കുകയാണ് സർക്കാരിൽ പറഞ്ഞിരുന്നു. പീതാംബർ മാസ്റ്ററോട് തന്റെ മനസ്സിലെ ദുഃഖഭാരം എല്ലാം ഇറക്കി വെച്ചിട്ട് മൂപ്പര് പോയി. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ഉണ്ണിയെന്ന് പറഞ്ഞ് തിരിഞ്ഞൊരു നടത്തം. അപ്പൊ NCPയുടെ അധ്യക്ഷ കസേര ഒഴിഞ്ഞെടുക്കാണ്. അതിൽ ആരെഴുത്തുന്നുള്ള കൺഫ്യൂഷനിലാണ് പാർട്ടി. പാർട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും AK ശശീന്ദ്രൻ സാറിന് ഒരു കൺഫ്യൂഷനും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വേണമെങ്കിൽ തോമസ് കെ തോമസിനെ അധ്യക്ഷനാക്കിക്കോട്ടോ, ഒക്കൊരു കുഴപ്പമില്ലാന്ന്. അതുവഴി മന്ത്രിയാകാനുള്ള തോമസ് കെ തോമസിന്റെ അടികൂടൽ ഒഴിവാക്കാൻ വേണ്ടിട്ടാണല്ലേ. എന്നൊക്കെ എല്ലാം മനസ്സിലാവണ്ടിട്ടാ. ഞാനും ശശീന്ദ്രനും ബ്രോഡ്ബോർഡിൽ സംസാരിച്ച് ഇതാണ് പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ശരത് പവാറിൻ്റെ തീരുമാനം 2.5 വർഷം ശശീന്ദ്രൻ 2 വർഷം തോമസ് കെ തോമസ് എന്നുള്ളതാണ്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മന്ത്രിസ്ഥാനം ആഗ്രഹിക്കാത്ത ആരാ 140 MLA-മാരുള്ള എല്ലാവർക്കും ആഗ്രഹം കാണും. മന്ത്രിസ്ഥാനം ആഗ്രഹിക്കാത്ത ആരെവിടെയുള്ളതെന്ന്. പിണറായി സർക്കാരിന് ഇവിടെ 1 വർഷം കൂടിയല്ലേ ഭരിക്കാനുള്ളൂ. അപ്പോഴും ആ 2.5 വർഷ കരാറോർത്ത് നെടുവീർപ്പിട്ടിരിക്കുകയാണ് പാവം. പാർട്ടിക്ക് വേണ്ടി, മുന്നണിക്ക് വേണ്ടി, LDFന്റെ പൊതു കൂട്ടായ്മക്ക് വേണ്ടിയാണ് ഞാൻ ഈ തീരുമാനത്തിൽ. എനിക്ക് മറ്റേ അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും, മന്ത്രി മാറണമെന്ന അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും, എനിക്ക് പാർട്ടിയെയും മുന്നണിയെയും ഗവൺമെന്റിനെയും പൊതുവെ പിന്താങ്ങുക എന്ന നിലയിലാണ് ഞാൻ തീരുമാനത്തിലെത്തിയത്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ലേ, അല്ലാണ്ട് ഇക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന്. ഒന്നും അറിയാത്ത പോലെ പോർന്നു ഒരു നിഷ്കളങ്കം വന്നിരിക്കുന്നു. എന്തായിരുന്നാലും വളരെ വ്യക്തമാണ്, നമുക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ള വലിയ സത്യം തന്നെയാണ്. കാരണം ഒരു പാർട്ടി നിൽക്കുമ്പോൾ മാനസിക ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പക്ഷേ അതുകൊണ്ട് അതൊരു നിരാശാജനകമായ മാനസിക ബുദ്ധിമുട്ടല്ല, സാധാരണ സംഭവങ്ങളാണ്. എങ്ങനത്തെ മാനസിക ബുദ്ധിമുട്ടായാലും രണ്ടു കൂട്ടരും കൂടെ ഇപ്പൊ PC ചാക്കോ നൈസായിട്ട് ഒഴിവാക്കിയപ്പോ സമാധാനമായല്ലോ. എന്റെ മന്ത്രി കസേര ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞ് പിടിവലി കൂടിയൊരു PC ചാക്കോന്റെ കാര്യം വന്നപ്പോ മച്ചായി. NCP എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ വ്യക്തമായിട്ട്. NCP എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം, പക്ഷെ നിങ്ങൾ എന്താണ് ഇങ്ങനെയെന്നാണ് വ്യക്തമായിട്ട് അറിയാത്തത്. അപ്പൊ ശശീന്ദ്രൻ സാറേ, ഇനി എന്താ പ്ലാൻ? അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെ നൈസായിട്ട് സജസ്റ്റ് ചെയ്തിട്ട് മന്ത്രി കസേരയിൽ ബാക്കിയുള്ള കാലം എളിഞ്ഞിരിക്കാന്നുള്ളതല്ലേ? അവസാനം ശശീന്ദ്രൻ സാർ എന്നെ ജയിച്ചു അല്ലേ? ജയത്തിന്റെയും പരാജയത്തിന്റെയും ഒരു പ്രശ്നമായി സംഘടനാ രാഷ്ട്രീയ പ്രശ്നങ്ങളെ കാണുന്നതിനോട് പൂർണ്ണമായും വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. ഇതിൽ ജയവും തോൽപ്പിയൊന്നുമില്ല. പക്ഷേ ഞാൻ പരാജയപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടാവില്ല. അതാണ് മന്ത്രം. ജയവും തോൽവിയൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നെ പരാജയപ്പെടുത്താന്ന് നിങ്ങളാരും വിചാരിക്കണ്ട. പരാജയം എന്നോടൊപ്പമല്ല. ആ ചിരിയിലുണ്ട് കാര്യങ്ങള്. NCP അധ്യക്ഷന്റെ കസേര തോമസ് കെ തോമസിന് കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ കോംപ്ലിമെന്റ്സ് ആക്കാനാണ് മൂപ്പര പ്ലാൻ. അല്ല, പവാർജി തീരുമാനിച്ചാൽ ആരുമാകാം, ശശീന്ദ്രനും ആകാം. ഒരു ഭീഷണിയുടെ സ്വരമല്ലേ ആ കേട്ടത്? പാർട്ടി പറയുകയാണെങ്കിലേ AK ശശീന്ദ്രനും അധ്യക്ഷനാവാന്ന്. ദാറ്റ് മീൻസ് മന്ത്രി കസേര തോമസ് ഏട്ടന് കൊടുത്തിട്ട് AK ശശീന്ദ്രൻ അധ്യക്ഷനാവട്ടെ എന്ന്. ചിലപ്പോ നിങ്ങൾ മച്ച ചിലപ്പോ നിങ്ങൾ മന്ത്രി കസേരയ്ക്ക് വേണ്ടി അടിയുണ്ടാകുന്നവര്, ചിലപ്പോ നിങ്ങൾ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നവര്. നിങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല സാർമാരെ.